ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. പച്ചമുളക് എടുത്തിട്ടില്ല, അത് ബാൽക്കണിയിൽ നിന്ന് ആ ടൈം ആകുമ്പോൾ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, തക്കാളി ഇതെല്ലാം വൃത്തിയായി അരിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലിപ്പൊടി ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പൊടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം, വെട്ടിത്തിളച്ച വെള്ളത്തിലോട്ടാണ് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. എന്നിട്ട് തിളച്ച വരുന്ന വെള്ളത്തിലേക്കാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് അടച്ചു വയ്ക്കണം. ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചും ഇഡലി പാത്രമാണ്. അമ്മ ഇവിടെ ഒരു 2 വർഷമായി കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഈ ഇഡലി പാത്രം, ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചുമെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 സെക്കൻഡ് എടുത്തുള്ളൂ. അത്രയും സമയം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നത് അപ്പച്ചനും അമ്മച്ചിക്ക് ഇഷ്ടമല്ല. കാരണം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ 2 ദിവസം ചില ദിവസങ്ങളാണ് ചിലപ്പോൾ കുക്ക് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ മണം കേൾക്കുമ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാത്തത് കൊണ്ട് മസാലയുടെയും കുത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രായമായവരല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ ഇവിടെ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പറ്റുന്ന ദിവസം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കും, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഇന്ന് അവർ 2 പേരും ഇവിടെ ഇല്ലാത്ത സമയത്ത് വേഗം തന്നെ തീർക്കുന്നത് കൊണ്ട് ഞാൻ ചൂടായിരിക്കുന്ന പൊടി തന്നെയാണ് പെട്ടെന്ന് തന്നെ ചൂട് നോക്കാതെ കൈ പൊള്ളിയാലും വേണ്ടിയില്ല എന്ന് വെച്ചിട്ട് ഊതിയിട്ടൊക്കെ ഞാനതെടുത്ത് കുഴച്ച് അച്ചിലിട്ടിട്ട് വേഗം തന്നെ അത് ആക്കിയെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എണ്ണയിൽ മുന്നിൽ കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട്. ചില സമയങ്ങളിൽ പറ്റാറില്ല, അങ്ങനെ അവരുണ്ടാവും. അപ്പോൾ ഞാൻ വാതിലടച്ചിട്ടിട്ടും എല്ലാ ജനലും പിന്നെ ബാൽക്കണിൻ്റെ ഡോറും തുറന്നിട്ടിട്ടോ എക്സോസ്റ്റ് ഫാനൊക്കെ തിരിച്ചു വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ അവർ വരുന്നതിന് മുമ്പ്, അവരില്ലാത്തതുകൊണ്ട് വരുന്നതിന് മുമ്പ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം ചെയ്യുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ ഇത് നല്ല ഈസി ആയിട്ട് ഇതാവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് ലൂസായിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പലരും പലതരം മെത്തേഡിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പല യൂട്യൂബ് ചാനലിലും പലരും ഇത് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം. ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നത്തെ അങ്ങനെ ഇടിയപ്പത്തിനുള്ളതെല്ലാം ഞാൻ അതിനകത്ത് ഇതാക്കി കഴിഞ്ഞ് ഇഡലി പാത്രത്തിനകത്തോട്ട് വെക്കുകയാണ് ആവി കയറ്റാനായിട്ട്. അത് വേവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പാത്രത്തിൽ രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. പാൻ എടുത്ത് വെച്ചിട്ട് പാത്രത്തിനകത്ത് ഉള്ളിയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ബാക്കിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വേഗം തന്നെ ചെയ്യുകയാണ്. സാധാരണ ഒരു മുട്ടക്കറി ഞാൻ കുക്കിംഗ് പഠിച്ചപ്പോൾ ആദ്യം ചെയ്തത് മീൻകറിയാണ്. പക്ഷെ അത് വായിൽ വെച്ച് കൂട്ടാൻ പറ്റില്ലായിരുന്നു. കുക്കിംഗ് അങ്ങനെ എന്താ പറയുക, ചെറുപ്പത്തിലൊന്നും അറിയില്ലായിരുന്നു. ഒരുവിധം ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴാണ് നല്ല ടേസ്റ്റിലൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചത്. അല്ലാതെ കൈപ്പുണ്യം, എൻ്റെ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമാണ്. അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പക്ഷെ അമ്മയുടെ കൈപ്പുണ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്ത് എന്താ പറയുക, നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മളത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയാണ് ശരിയാവുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ചിലവർ പറയത്തില്ല ഞാൻ ഉണ്ടാക്കുന്നത് നന്നായിട്ട് വന്നു, നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കി വന്നിട്ടാണ് ഒരുപാട് പ്രാവശ്യം ഓരോ ഇതും മാറ്റി ഉപയോഗിച്ചിട്ടാണ്, ഓരോ ഇൻഗ്രീഡിയൻസും മാറ്റിയിട്ടും ഓരോന്നൊക്കെ ട്രൈ ചെയ്തിട്ടാണ് പലതരം പൊടികളും പലതരം പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടാണ് ഞാൻ പാചകം പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പാത്രത്തിനകത്താക്കി എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, സവാളയും ഇതും രണ്ടും മിക്സായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പുറത്തെ അടുപ്പിലിരിക്കുന്നതുകൊണ്ടാണ് 2 ആയിട്ട് കാണിക്കുന്നത്. ഈ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഒരുമിച്ച് അതിനകത്ത് ഇട്ടതിന് ശേഷം അത് കുറച്ച് നേരം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ചൂടാക്കി അടച്ച് ഞാൻ ഇതിൻ്റെ മണം പോകാൻ കുറച്ച് നേരം വയ്ക്കും. കാരണം പൊടിയുടെ ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ആകത്തില്ല. അതിന് മുട്ടയിൽ ഇങ്ങനെ
വരയായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുളകും മല്ലി മസാല എല്ലാം നമുക്ക് ഈ മുട്ടയുടെ അകത്തോട്ട് കയറും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ട കഴിക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് തിളപ്പിച്ച് ഒരു ഇത്തിരി ചൂടുള്ള വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ച് മുട്ട അതിനകത്തോട്ട് ഇട്ട് ഇവിടെ കോക്കനട്ട് ക്രീം ടിന്നിലാണ് കോക്കനട്ട് ക്രീം വരിക. അപ്പോൾ ഞാൻ ഒരു ചെറിയ ടിന്ന് 500 ml ആണെന്ന് തോന്നുന്നു, അതൊരു കോക്കനട്ട് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതായി കഴിയുമ്പോൾ കണ്ടോ കോക്കനട്ട് ക്രീം, അത് ഞാൻ അതിനകത്ത് ഫുള്ളായിട്ട് ഒഴിച്ച് പിന്നെയും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മസാലയും കൂടി ഇടും. കാരണം ഗരം മസാല ഇടുന്നത് ഗ്യാസ് കയറും, എന്നാലും എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക. എനിക്ക് അധികം ചാറ് വേണ്ട, കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറേ ചാറ് വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പം മുട്ടക്കറി. എൻ്റെ ഇന്നത്തെ ഫുഡ് ഇതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഒരു പേരയ്ക്കും ഒരു ജ്യൂസും വാങ്ങിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.